ഹായ് ഓൾ. അപ്പോൾ ചെറിയൊരു വൈകുന്നേര പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടാലോ? വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ നെയ്യുടെ ഡബിൾ എടുക്കണം നമ്മൾ യൂസ് ചെയ്യുമ്പം. അത് 3-4 ഏത്തയ്ക്ക കൂടുതൽ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടും എടുക്കണം. വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നെയ്യുടെ എമൗണ്ട് വളരെ കുറച്ച് ഏത്തയ്ക്ക ഒരു 2 എണ്ണമൊക്കെ എടുക്കുക. അതുപോലെ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യുന്നത് ഒഴിവാക്കുക. ഞാനിപ്പം കുറച്ച് ആദ്യമേ നമ്മൾ 2 കൂട്ടരും വെയിറ്റ് ഗെയിൻ ആണെങ്കിലും വെയിറ്റ് കുറയ്ക്കുന്ന ആൾക്കാരാണെങ്കിലും ഉപ്പ് ശകലം തൂവി കൊടുക്കുക. അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. എന്നിട്ട് നല്ല രീതിയിൽ കുക്കായി തുടങ്ങുമ്പം എന്ത് ചെയ്യുക, കുറച്ച് നമ്മൾ മാങ്ങയ്ക്കകത്തൊക്കെ ഇടുന്നത് പോലെ മുളക് പൊടി തൂക്കി കൊടുക്കുക. അതിട്ട് നല്ലോണം ഒന്ന് കുക്കാക്കി എടുക്കുക. ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്ന് തുടങ്ങുന്ന ടൈമിൽ നമ്മൾ വെയിറ്റ് ഗെയിൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. വെയിറ്റ് ഗെയിൻ വേണ്ട എന്നുള്ളവരാണെങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഈ ഒരു രീതിയിൽ കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്യുക. എപ്പോഴും സ്റ്റൗവ് സിമ്മിലിട്ട് തന്നെ ചെയ്യുക. അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറാണെങ്കിൽ തീ കുറച്ച്, അതായത് ഹീറ്റ് കുറച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പം നല്ല ടേസ്റ്റാണ്. വൈകുന്നേരമൊക്കെ നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. കുട്ടികൾക്കും ബെനിഫിഷ്യലാണ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നവരെ ബൈ ബൈ.